ഹായ് ഹലോ നമസ്കാരം. ഫോട്ടോവേഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുത്തൻ ക്യാമറയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ പലരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും, സിഗ്മ എന്ന കമ്പനി ഒരു പുത്തൻ ക്യാമറ എന്ന് പറഞ്ഞാൽ സാധാരണ ക്യാമറകൾ ഇറങ്ങുന്ന പോലെയല്ല, ഡിജിറ്റൽ മിറർലെസ് ക്യാമറകളുടെ ചരിത്രത്തെ തിരുത്തി കുറിക്കാൻ പര്യാപ്തമായ ഫീച്ചേഴ്സുമായി ലുക്കിൽ തൊട്ട് ഫങ്ഷൻ വരെ ധാരാളം വ്യത്യാസങ്ങളോടുകൂടി സിഗ്മ കമ്പനി ഒരു ക്യാമറ പുറത്തിറക്കിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിഗ്മയെക്കുറിച്ചൊരു വാക്ക് പറയാം. പരമ്പരാഗതമായി ഫോട്ടോഗ്രാഫി മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും പരിചിതമായൊരു ബ്രാൻഡാണ് സിഗ്മ. സിഗ്മയുടെ ക്യാമറകൾ നമ്മളധികം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നിക്കോൺ ആയാലും കാനോൺ ആയാലും സോണി ആണെങ്കിലും ഏത് ക്യാമറയിലും അറ്റാച്ച് ചെയ്യാൻ പറ്റി ഇത്രമാത്രം ലെൻസുകൾ ഇറക്കുന്ന ഒരു കമ്പനി ലോകത്ത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അത്രമാത്രം ലെൻസുകൾ വിവിധ ശ്രേണികളിൽ സിഗ്മ പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിഗ്മയുടെ ഒരു പ്രോഡക്റ്റെങ്കിലും മേടിക്കാത്ത ഒരു ഫോട്ടോഗ്രാഫറും നമ്മുടെ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സിഗ്മ പുതിയൊരു ചരിത്രം കുറിച്ച ഈ ക്യാമറ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഫോട്ടോവേഡിന് അഭിമാനമുണ്ട്. സിഗ്മയുടെ ലെൻസുകളെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു, നിങ്ങൾ കേട്ടു. ഇവിടെ എനിക്ക് പറയാനുള്ള ലെൻസുകളെക്കുറിച്ചല്ല ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സിഗ്മയുടെ ഏറ്റവും പുതിയ ഡിജിറ്റൽ മിറർലെസ് ക്യാമറയായ BF. ഈ BF-നെ കുറിച്ച് പറയുന്നതിന് മുൻപായി ചെറിയൊരു ചരിത്രം നിങ്ങളൊന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കണം. നിങ്ങളിപ്പോൾ അന്വേഷിക്കാറുണ്ടാവും ഈ BF മേടിച്ച് ആരൊക്കെ കേരളത്തിലുണ്ടെന്ന്. ഇത് ലോകത്ത് എത്ര പേർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെന്നറിയാമോ? എൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 124 പേരെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ അവർ പ്രൊഫഷണലി ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ജപ്പാനിലുള്ള സിഗ്മ കമ്പനിയുടെ ഐസിയോ എന്ന പട്ടണത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട 124ഓളം പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഓരോരുത്തർക്കും സിഗ്മ ഓരോ ക്യാമറ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിതൊന്ന് പരിശോധിച്ച് പഠിച്ച് ഇതിൻ്റെ ഗുണദോഷ വശങ്ങളൊക്കെ കമ്പനിയെ അറിയിക്കുക. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തി നിങ്ങളെപ്പോലുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് കൊടുക്കാൻ പര്യാപ്തമായ വിധത്തിൽ കമ്പനി ഇത് പുറത്തിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BF-ൽ വർക്ക് എടുത്ത് തുടങ്ങിയിട്ടില്ല ആരും. അതിനു മുൻപായി ഈ ക്യാമറയെ പരിചയപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ക്യാമറ മറ്റ് മിറർലെസ് ക്യാമറകളിൽ നിന്ന് എങ്ങനെ വ്യതിരിക്തമായിരിക്കുന്നു എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്യാമറ എൻ്റെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്ന് ചെറിയൊരു സംശയം നിങ്ങളിൽ ചിലർക്കൊക്കെ തോന്നിയേക്കാം. ഞാനതിലും ജപ്പാനിൽ പോയില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്നും 2 പേർക്ക് ജപ്പാനിൽ പോകാൻ അവസരം കിട്ടി. അതിലൊരാൾ കേരളത്തിലെ മുൻനിര ഫോട്ടോഗ്രാഫിക് പ്രോഡക്റ്റുകൾ വിൽപ്പന നടത്തി പ്രശസ്തി ആർജിച്ച നമ്മുടെ വിൽസണാണ്. ഫോട്ടോലിങ്ക് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ ശ്രീമാൻ വിൽസൺ ഈ പറഞ്ഞ ജപ്പാനിൽ പോയി അവരിൽ നിന്ന് ലഭിച്ച ക്യാമറ ബോഡിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. ഞാൻ ആദ്യം അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് ഈ ക്യാമറയ്ക്ക് BF എന്ന് പേര് വരാൻ കാരണമെന്നാണ്. അത് വളരെ രസകരമായി എനിക്ക് തോന്നി. സിഗ്മയുടെ CEO പറഞ്ഞത് BF മീൻസ് ബ്യൂട്ടിഫുൾ ഫൂളിഷ്നെസ്. വലതും പിടികിട്ടിയത് മനോഹരമായ അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഒരു അബദ്ധമാണെന്നല്ല. നമ്മൾ പറയാറില്ലേ, നമ്മുടെ ചില ഇമാജിനേഷൻസ് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല, ഇതൊക്കെ വെറും വിഡ്ഢിത്തമല്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതെന്ന് പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞതായ ഒരു കാര്യത്തെ സാധ്യമാക്കിയതുകൊണ്ടാണ് അവർ BF എന്ന് പേരിട്ടത്, ബ്യൂട്ടിഫുൾ ഫൂളിഷ്നെസ്. ഇനി നമുക്കിതിൻ്റെ ബ്യൂട്ടിഫുള്ളായ ഫൂളിഷ്നെസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ക്യാമറയുടെ പുറമേയുള്ള ഒരു കാഴ്ചയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇത്തരം ഒരു കളറ് തന്നെ ക്യാമറകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല. കമ്പനി ഈ കളർ മാത്രമല്ല പുറത്തിറക്കിയിരിക്കുന്നത്. 2 കളറുകൾ ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ബ്ലാക്ക്, ഒന്ന് സിൽവർ. പക്ഷേ സിൽവറിന് ആരാധകർ ഏറെയാണെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനും കണ്ടിട്ടില്ലാത്ത ഒരു ലുക്കും ആയതുകൊണ്ട് സിൽവർ സ്വന്തമാക്കാനായിരിക്കും ആളുകൾ ഏറ്റവും താല്പര്യപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ലെൻസ് കൂടി ഊരിക്കഴിഞ്ഞാൽ സാധാരണ നമ്മളുടെ ക്യാമറകളിലെ ലെൻസ് ക്യാപ്പ് നമ്മളെ പിരിച്ചും ഞെക്കിയുമൊക്കെ ഊരും. ഇതൊന്നും വേണ്ട, ഇതൊരു മാഗ്നറ്റിക് ലെൻസ് ക്യാപ്പാണ്. നമ്മൾ വിട്ടുകൊടുത്താൽ മതി, അവിടെ ചെന്ന് കയറി പിടിച്ചിരുന്നോളും, നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇങ്ങനെയൊരു സൗകര്യമുണ്ട്. വളരെ മനോഹരമായൊരു ഡിസൈനാണ് ഇതിൻ്റെ ലെൻസ് ഹുഡും ലെൻസ് ക്യാപ്പും അടക്കമുള്ളത് തന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ബോഡി കണ്ടോ? സാധാരണ നമ്മളുടെ ഒരു ഡിജിറ്റൽ ക്യാമറ സ്ക്രൂ കൊണ്ട് അഴിച്ചെടുക്കുകയാണെങ്കിൽ 2 സഞ്ചി നിറയെ സാധനം ഉണ്ടാകുമെന്ന് ഞാൻ എവിടെയും ഒരു ക്ലാസ്സിൽ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. എന്നാൽ ഇത് 5 പാർട്ട് മാത്രമേ ഈ ക്യാമറയ്ക്കുള്ളൂ. 5 ഭാഗങ്ങൾ മാത്രം. ലെൻസ്, ബോഡി. ഈ ബോഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരൊറ്റ അലൂമിനിയം ബ്ലോക്കിലാണ് ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്.
പല പീസൊന്നുമല്ല, ഒരൊറ്റ അലൂമിനിയം ബ്ലോക്ക്, അതിനാണ് ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അത് തന്നെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഈ ക്യാമറ ബോഡിയുടെ ആകെ ഭാരം എന്ന് പറയുന്നത് 388 ഗ്രാം. അതായത് അര കിലോയ്ക്ക് വീണ്ടും 100 കണക്കിന് ഗ്രാമുകൾ കിടക്കുകയാണ്. 388 ഗ്രാം മാത്രമേ ഈ ബോഡിക്കുള്ളൂ. ഈ ലെൻസ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് 35mm ആണ്. മറ്റ് ലെൻസുകൾ വരുമ്പോൾ ഭാരം കൂടുമെങ്കിലും ക്യാമറ ബോഡിക്ക് ഈ ഭാരം മാത്രമേ ഉള്ളൂ, 388 ഗ്രാം മാത്രം. ഇനി നമ്മൾ ഈ ക്യാമറയുടെ സ്വിച്ചുകളിലേക്ക് പോവുകയാണ്. അവിടെയും ഒരു വ്യത്യസ്തത സിഗ്മ നൽകിയിട്ടുണ്ട്. മിറർലെസ് ക്യാമറ, ഡിജിറ്റൽ ക്യാമറ ആണെങ്കിൽ പോലും എത്രമാത്രം സ്വിച്ചുകളാണ് ഓരോ ക്യാമറയുടെയും സൈഡിലും മുൻപിലും എല്ലാ വശങ്ങളിലുമായി ഇഷ്ടംപോലെ സ്വിച്ചുകളുണ്ടല്ലേ. ഇതാ ഇവിടെ നോക്കൂ, ഈ ക്യാമറയ്ക്ക് 3 സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ട്രിഗറും, പിന്നെ ഒരു സ്ക്രോൾ ചെയ്യാനുള്ള വീലുമുണ്ട്. ഇത്ര മാത്രമേ സ്വിച്ചുകളുള്ളൂ. ഒരു വിരലുണ്ടെങ്കിൽ ഒരു വിരൽ ഉപയോഗിച്ച് ഈ ക്യാമറയുടെ ISO ആകട്ടെ, അപ്പേർച്ചർ ആകട്ടെ, സ്പീഡാകട്ടെ, ഏത് സെറ്റിങ്ങും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒറ്റ വിരൽ ഉപയോഗിച്ച്. ഒറ്റ കൈകൊണ്ട് ഈ ക്യാമറ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് സാരം. സ്വിച്ചുകളുടെ എണ്ണം കുറയുമ്പോൾ തന്നെ അറ്റകുറ്റവും കുറഞ്ഞു കിട്ടുമെന്നുള്ള സാരമാണല്ലോ, അത് മനസ്സിലാവും. ഓക്കെ, അതൊരു വലിയ പ്രത്യേകതയാണ്. പിന്നെ ടച്ച് സ്ക്രീനാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ടച്ച് സ്ക്രീൻ അല്ലാതെ ഇറങ്ങിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് വളരെ സെൻസിറ്റീവായ നല്ലൊരു ടച്ച് സ്ക്രീൻ ഇതിനുണ്ട്. മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ ക്യാമറകളിൽ നിന്നും ഈ ക്യാമറയെ വ്യതിരിക്തമാക്കുന്ന ഒന്നാമത്തെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ക്യാമറ വാങ്ങുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് പരസ്പരം ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്, കാർഡ് വാങ്ങിയോ, ഏത് സ്പീഡിൻ്റെയാണ് വാങ്ങിയത്, എത്ര GB ഉണ്ട് എന്ന് ചോദിക്കില്ലേ. ഈ ക്യാമറ വാങ്ങുന്നവർ മെമ്മറി കാർഡ് വാങ്ങണ്ട. കാരണം ഇതിനുള്ളിൽ തന്നെ ബിൽറ്റ് ഇൻ മെമ്മറി ഉണ്ട്. 230 GB ബിൽറ്റ് ഇൻ മെമ്മറി ഇതിലുണ്ട്. അപ്പോൾ ഈ ക്യാമറ വാങ്ങിയാൽ മെമ്മറി കാർഡിനായി ആരും പോകേണ്ട കാര്യമില്ല. 230 GB മെമ്മറി ബിൽറ്റ് ഇൻ ആയിട്ട് ഇതിനകത്ത് കമ്പനി തന്നിട്ടുണ്ട്. അപ്പം മെമ്മറി കാർഡിൻ്റെ കാശ് ലാഭം. അപ്പോൾ 230 GB കൊണ്ട് എന്ത് ചെയ്യാമെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറയാം, 14,000-ലധികം JPG ചിത്രങ്ങൾ എടുക്കാം. ഇനി നിങ്ങൾക്ക് റോ ഫയൽ ചിത്രങ്ങളാണ് ആവശ്യമെങ്കിലോ 4,300 അൺകംപ്രസ്ഡ് റോ ഫയൽ പിക്ചേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ചോദിക്കും, വീഡിയോ എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുമല്ലോ. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ഷൂട്ടും ഒറ്റ പോക്കിൽ നിങ്ങൾക്ക് എടുത്തു പോകാം. ഇടയ്ക്ക് ക്യാമറ നിന്നു പോകുന്നു ഭയക്കണ്ട. 2.5 മണിക്കൂർ 6K 4K 30 ഫ്രെയിംസിൽ എടുക്കാം. ഫുൾ HD 120 ഫ്രെയിംസിലും ലഭ്യമാണ്. കൂടാതെ വീഡിയോഗ്രാഫേഴ്സിനായി ഫലപ്രദമായ 12 കളർ മോഡുകൾ സിഗ്മ നൽകുന്നു. പിന്നെ മറ്റ് ക്യാമറകളിലുള്ള പോലെ തന്നെ ഫുൾ ഫ്രെയിം സെൻസർ ആയതുകൊണ്ട് ലോ ലൈറ്റിലും മികവാർന്ന ചിത്രങ്ങളോ വീഡിയോയോ പകർത്താൻ നമുക്ക് സാധിക്കും. കണ്ടിന്യൂസ് ഓട്ടോ ഫോക്കസ് സിസ്റ്റം, ഫേസ് ട്രാക്കിംഗ് എല്ലാം മറ്റു ക്യാമറകളിലുള്ള പോലെ തന്നെ ഫലപ്രദമായ വിധത്തിൽ ഇതിലും സന്നിവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് സിഗ്മ അവകാശപ്പെടുന്നത്. ഇത് L മൗണ്ടാണ്. L മൗണ്ടിൻ്റെ ഏത് ലെൻസും നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകതയെ എനിക്ക് തോന്നിയത് ഇതൊരു L-ലോക്ക് സപ്പോർട്ട് ക്യാമറയാണ്. വളരെ ഫാസ്റ്റായ ഒരു USB പോർട്ട് ഇതിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ എത്ര GB ഡാറ്റ ഉണ്ടെങ്കിലും വളരെ വേഗത്തിൽ നമ്മളുടെ മറ്റൊരു സോഴ്സിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി വളരെ ചെറിയൊരു ബാറ്ററിയാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതും ആവശ്യമായ ബാക്കപ്പ് തരുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഓവറോൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഒരു കാൻഡിഡ് ഫോട്ടോഗ്രാഫർക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നു. കൂടാതെ നിങ്ങളൊരു വീഡിയോഗ്രാഫർ ആണെങ്കിൽ ബോഡിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് ഗിംബലിൽ വെച്ചാൽ ഫലപ്രദമായ വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഏതായാലും കമ്പനി ഇതിൻ്റെ ഗുണദോഷ വശങ്ങളെക്കുറിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ച ശേഷം വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി വേഗത്തിൽ തന്നെ വിപണിയിൽ ഇത് എത്തിക്കും. നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് ഫോട്ടോവേഡിൻ്റെയും പ്രതീക്ഷ. ഏതായാലും ഈ ഒരു ക്യാമറ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതിന് ഫോട്ടോവേഡിൻ്റെ പേരിൽ സിഗ്മ കമ്പനിയെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഏതായാലും വരും കാലങ്ങളിൽ ഫോട്ടോഗ്രാഫർമാർക്ക് മികച്ച ദൃശ്യാനുഭവം പകരുന്ന ഒരു ഗിയറായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക ഫോട്ടോഗ്രാഫി രംഗത്ത് നടക്കുന്ന മാറ്റങ്ങൾ, ചടുലമായ നീക്കങ്ങൾ അതേസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ നിങ്ങൾ ദയവായി ഫോട്ടോവേഡ് മാഗസിൻ വരിക്കാറാവുക. അതോടെ തന്നെ ഫോട്ടോവേഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അവരും ഫോട്ടോഗ്രാഫി വിശേഷങ്ങൾ അറിയട്ടെ. നിങ്ങൾക്കറിയാമോ, ലോകത്തെ പ്രാദേശിക ഭാഷകളിൽ പുറത്തിറങ്ങുന്ന ഏക മാഗസിനാണ് ഫോട്ടോവൈഡ്. കഴിഞ്ഞ 30-ലേറെ വർഷമായി മലയാളത്തിൽ
ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കുന്ന, ആശ്ലേഷിക്കുന്ന എല്ലാ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏക പ്രസിദ്ധീകരണമാണ് നമ്മുടെ ഫോട്ടോ വഴി. അപ്പോൾ ഫോട്ടോ വീടിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുക. വീണ്ടും ഫോട്ടോഗ്രാഫിയിലെ മറ്റൊരു വിശേഷവുമായി നിങ്ങളെ കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.